തിരുവനന്തപുരം പോത്തൻകോട് കൊയ്ത്തൂർ കോണത്ത് ഭിന്നശേഷിക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് തൗഫീഖ്. അഞ്ജു ജയപ്രകാശ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് വെളുപ്പിന് പൂജയ്ക്ക് പൂ പറിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഈ മംഗലപുരം കൊയ്ത്തൂർ സ്വദേശിയായിട്ടുള്ള ഈ തങ്കമണി. അതിനുശേഷം പിന്നീട് തങ്കമണിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. വീടിന്റെ തൊട്ടടുത്താണ് സഹോദരന്റെ വീടുള്ളത്. ആ വീടിന്റെ തൊട്ടരികിലായിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയം തോന്നാനുള്ള കാരണം ഈ മൃതദേഹം കണ്ടെത്തിയത്, അതായത് ശരീരത്തിൽ മുഴുവൻ പാടുകളുമായിട്ടാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണമാണ്. മുഖത്ത് പാടുകളുണ്ട്. ഒപ്പം ഈ വസ്ത്രങ്ങളൊക്കെ കീറിയ നിലയിലായിരുന്നു. ഒരു ലുങ്കി ഈ മൃതദേഹത്തിന്റെ മുകളിലായി പുതപ്പിച്ച നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഇതാണ് പോലീസിനെ ഇത് കൊലപാതകമാണെന്നുള്ള ആദ്യഘട്ടത്തിൽ തന്നെ സംശയം തോന്നിച്ചത്. അതിന് പിന്നാലെ പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധരും ഡോക്ടറോടും ഒക്കെ സ്ഥലത്തെത്തി കൃത്യമായി പരിശോധന നടത്തി. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെയാണ് പോലീസ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളിലേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു CCTV ദൃശ്യം കൂടി പോലീസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നാണ് നിലവിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള തൗഫീഖാണ്. ഇയാൾ നിരവധി പോക്സോ കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളാണെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയെക്കുറിച്ച് ഇയാൾ മാത്രമാണോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് നിലവിൽ പോത്തൻകോട് പോലീസ് പറയുന്നത്. ശരി, അഞ്ജു ജയപ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.